ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കിൻഡർ ജോയ് ആണ്. ഒരു കുട്ടിത്തം പോലെയൊക്കെ തോന്നും. ഞാൻ ചെറുപ്പത്തിൽ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ വില പറയണത് 50 രൂപയാണ്. അപ്പോൾ ഇതിന് തന്നെ ഇപ്പോൾ ബോയ്സിന് വേറെ ഗേൾസിന് വരെ. അപ്പോൾ ഇത് പിങ്ക് എന്നുള്ളത് ഗേൾസിനാണ്. അപ്പോൾ ഇത് ആകെ ഒരു 20 ഗ്രാമൊക്കെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം തോന്നി. അപ്പോൾ കടയിൽ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയെന്ന് മാത്രം. പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ പുറത്ത് വേറെ ഏതെങ്കിലും ഉണ്ടാകുമായിരിക്കാം ബ്രാൻഡുകൾ. ചിലപ്പോൾ ഇത് ഹിന്ദിയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇന്ത്യയിൽ മാത്രമേ ഈ സാധനം ഉണ്ടാവുള്ളായിരിക്കും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാക്കിംഗ് ഉണ്ട്. ഓപ്പൺ ചെയ്യാനൊക്കെ എളുപ്പമാണ്. കറക്റ്റായിട്ട് അത് ലേബിൾ, കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കഷ്ടപ്പാടൊന്നും പാടില്ലല്ലോ. അപ്പോൾ എളുപ്പത്തിന് അവർക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പാക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതിലാണ് നമുക്ക് കഴിക്കാനുള്ള സാധനം. അത്യാവശ്യം ചെറിയൊരു വെയിറ്റൊക്കെ അതിൽ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിൽ ടോയ്സൊക്കെ അല്ലേ, അത് വലിയ വെയിറ്റൊന്നുമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ. അപ്പോൾ പിന്നെ ഇതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പ്രിസർവേറ്റീവ്സും വേറെ അഡീഷണൽ കളേഴ്സൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാനായിട്ടുള്ളൊരു സ്പൂണ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിൽ തന്നെ അതിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു ബെൻഡൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു കർവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ എളുപ്പത്തിൽ കോരിയെടുക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് കുട്ടികളെ ട്രാപ്പിലാക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, മെറ്റലൊന്നും ആയിരിക്കില്ല, കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. പ്ലാസ്റ്റിക് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയൊക്കെയാണ് സാധനങ്ങൾ. പിന്നെ എന്തൊക്കെയോ പേപ്പേഴ്സ് ഉണ്ട്. ഇത് പിന്നെ അതിൻ്റെ വാർണിംഗ് ഒക്കെയാണ് പറഞ്ഞത്. ചെറിയ സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, പിന്നെ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, 3 വയസ്സിൻ്റെ താഴെ കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് സാധനം. അപ്പോൾ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഫിക്സിംഗ് ഒക്കെ നമുക്ക് ആ ഡീറ്റെയിൽസൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് സംഭവം. വെറുതെ തട്ടിക്കളിക്കാനുള്ള ഒരു കുട്ടികൾക്കൊരു സാധനം, അത്ര തന്നെ. അപ്പോൾ നമുക്ക് മെയിൻ സാധനത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ട്രൈ ചെയ്യണം വിചാരിച്ചത്. അപ്പം മെല്ലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 2 ബോൾസ് പോലെ ചോക്ലേറ്റ് കറി, ഒരു ക്രിസ്പി ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു മിൽക്ക് ചോക്ലേറ്റ് ലെയറായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം മെല്ലെ എടുത്തു. അടിയിലും ഒരു ചോക്ലേറ്റ് ലെയറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം അത് കഴിക്കാൻ. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്തു. നോർമലി ഒരു ക്രിസ്പ് പെട്ടെന്ന് അലിഞ്ഞ് പോണ പോലെയൊക്കെ തോന്നി. ഇത് ജസ്റ്റ് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു സാധനം, അത്ര തന്നെ. എനിക്കൊന്നും വലുതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി, അത്ര തന്നെ. ഓക്കെ ഗൈസ്, ബൈ.